ശൈത്യയുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ ചിരിച്ച ആര്യന് ലാലേട്ടൻ തന്നെ ഒരു ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. ശിക്ഷ എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് തന്നെ ആര്യനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ. എന്തുകൊണ്ടാണ് ആര്യൻ ചിരിച്ചത് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ലാലേട്ട അതെനിക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി പോയതാണ്. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ മൊത്തത്തിൽ എനിക്കൊന്ന് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി പോയതാണ് എന്നാണ് ആര്യൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിൽ പലരുടെയും അഭിപ്രായം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒനിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ലാലേട്ട ശൈത്യ സ്റ്റോറി പറയുന്നതിന് മുൻപേ ബിന്നിയും അവിടെ സ്റ്റോറി പറഞ്ഞിരുന്നു. പക്ഷേ ബിന്നി പറഞ്ഞ സമയത്ത് ആര്യൻ ചിരിച്ചില്ല. ശൈത്യ ജീവിതകഥ പറഞ്ഞപ്പോഴാണ് ആര്യൻ ചിരിച്ചത്. അപ്പോൾ ശൈത്യയുടെ സ്റ്റോറീനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് ഒനിയിൽ അഭിപ്രായപ്പെടുന്നത്. അത് കഴിഞ്ഞ് ശരത്തിൻ്റെ ഒക്കെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ലാലേട്ടൻ ആര്യൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. മോനെ, നിനക്ക് നടുവേദനയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞത്? അത് വീണ്ടും ആര്യൻ ബബുബ് വെച്ചിട്ട് ഒന്ന് കിടന്നിട്ട് എണീറ്റപ്പോൾ ശരിയായി, അങ്ങനെ എന്തൊക്കെയാണ് ആര്യൻ പറഞ്ഞത്. പക്ഷേ ലാലേട്ടൻ ചോദിച്ചൊരു വാലിഡ് പോയിന്റ് ആയിരുന്നു. എങ്ങനെയാണ് നടുവേദനയുള്ളവർ അത്രയും അഗ്രഷനിൽ പെരുമാറുകയും ചെരുപ്പെടുത്ത് വലിച്ചെറിയുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ ആര്യനൊന്നും പറയാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ എന്ത് ശിക്ഷയാണ് ആര്യന് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അവസാനം ലാലേട്ടൻ തന്നെ ഒരു ശിക്ഷ ഡിസൈഡ് ചെയ്ത് അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലേക്ക് ആര്യനെ ഡയറക്റ്റായിട്ട് തന്നെ നോമിനേറ്റ് ചെയ്തു. അതാണ് ആര്യന് കൊടുത്തിരിക്കുന്ന ശിക്ഷ. ഈ ഒരു ശിക്ഷ കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.